ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സഭയിലെ ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഒക്കെ ഓരോരോ സദ്യകളാണ്. സദ്യകളെന്ന് പറയുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഭക്ഷിക്കുന്ന ആഹാരമാണ് സദ്യ. അത് വളരെ വിപുലമായി നമ്മുടെ മുമ്പിൽ വിളമ്പി വയ്ക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഭക്ഷിക്കും, വയറ് നിറച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അതുപോലെ വളരെ മനോഹരമായ നമുക്ക് വേണ്ടതായ ഒരു സദ്യ ഇന്നലെ പ്രിയപ്പെട്ട ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രിൻസ് അച്ഛൻ എന്ന് വിളിക്കുന്ന ജോൺ വർഗീസ് അച്ഛൻ നിങ്ങൾക്ക് പകർന്നു തന്നു. ഇന്നലെ വന്നിട്ടില്ലാത്തവർക്ക് അതിൻ്റെ സംക്ഷിപ്ത രൂപം പ്രിയപ്പെട്ട സജി അച്ഛൻ നൽകുകയും ചെയ്തു. ഇന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പൗരസ്ത്യ ദർശനത്തിൽ പരിശുദ്ധ മാതാവിനെ ഇത്രമാത്രം സഭ ബഹുമാനിക്കുന്നത് എന്തിനാണെന്നാണ് അറിയാൻ പോകുന്നത്. എത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനാക്രമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തിരിച്ച് നിന്ന് അച്ഛൻ്റെ അനുവാദമില്ലാതെ, അതുകൊണ്ട് അച്ഛൻ കാണാതെ പറയേണ്ടി വന്നു ഉറച്ചു പാടുവെന്ന്. അച്ഛൻ പിന്നീടും പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ ശബ്ദത്തിലൂടെ ആരാധിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ശബ്ദത്തിൽ കർത്താവിനെ വിളിച്ചു, എൻ്റെ ശബ്ദത്തിൽ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ മിണ്ടാതെ വായടച്ച് മൗനമായിട്ട് നിൽക്കരുത്. അത് 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വായടച്ച് മാത്രം എപ്പോഴും നിൽക്കരുത്. അങ്ങനെ നിൽക്കേണ്ട അവസരമുണ്ട്. ആരാധനയിലാണെങ്കിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആരാധനക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഉച്ചത്തിൽ പറയേണ്ട ഭാഗം ഉച്ചത്തിൽ തന്നെ പറയണം, നാം അട്ടഹസിച്ച് പറയണം എന്ന് ശുശ്രൂഷക്കാരൻ പ്രബോധിപ്പിക്കുമ്പോൾ അട്ടഹസിച്ച് തന്നെ പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് അട്ടഹസിച്ച് പറയേണ്ട സമയത്ത് ഉച്ചത്തിൽ തന്നെ പറയണം. അന്നേരം എല്ലാവരും കൈകെട്ടി നിൽക്കും. ഇപ്പം കൊയറുണ്ടല്ലോ എല്ലാം പറയാൻ. കോൺഗ്രിഗേഷൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊയറുള്ളതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ള അങ്ങനെയല്ല. കൊയർ ഈസ് ജസ്റ്റ് എ സപ്പോർട്ടിംഗ് factor for the congregation. Choir is a part of the congregation, not a separate entity. അത് മനസ്സിലാക്കിയിരുന്നോണം. നിങ്ങളാണ് choir. The whole congregation is the choir. That is the faith fundamental belief of the church. Do not forget that. Since the choir is there, you are not supposed to be silent always throughout the worship. നിങ്ങളാണ് സത്യത്തിൽ choirനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി ഉച്ചത്തിൽ പറയേണ്ടത് ഉച്ചത്തിൽ പറയണം. സൈലൻസ് ആയിട്ട് നിൽക്കേണ്ട ഭാഗങ്ങളുണ്ട്, അവിടെ മിണ്ടാതെ നിൽക്കണം. മിതമായി ആ രീതിയിൽ ചൊല്ലേണ്ട ഭാഗങ്ങളുണ്ട്, അവിടെ മിതമായിട്ട് തന്നെ ചൊല്ലണം. ഗീതങ്ങൾ ആലപിക്കേണ്ട ഭാഗങ്ങളുണ്ട്, അവിടെ ഗീതങ്ങൾ തന്നെ ആലപിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ മോഡുലേഷൻസിലാണ് നമ്മുടെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആരാധിക്കുവാൻ നിൽക്കാൻ. അല്ലാതെ ഓൾ ത്രൂ ഔട്ട് ആരൊക്കെയോ അച്ഛൻ കുറേ ലീഡ് ചെയ്യുന്നു, കൊയർ കുറേ ലീഡ് ചെയ്യുന്നു, ഞാനിവിടെ എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു, സന്തോഷം സ്വസ്ഥം എന്ന് പറഞ്ഞ് ഒരിക്കലും നിൽക്കുവാൻ പാടുള്ളതല്ല. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കുവാൻ പോവുകയാണ്. ദൈവമാതാവിനെ എന്തുമാത്രം സഭ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഞാൻ തുടങ്ങിയത് നമ്മുടെ ആരാധനക്രമം ശ്രദ്ധിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഒരു നമസ്കാരം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇങ്ങോട്ട് എന്തായാലും വേണം, കൗമയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഇതാണല്ലോ ആദ്യത്തെ പ്രാർത്ഥന. നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്, അല്ലേ? ത്രിയേക ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങൾ ആരംഭിക്കുന്നത്. കൗമ നടത്തി കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നൊരു പ്രാർത്ഥനയാണ്. അതായത് സ്ലൂ സോദ് ഷൂറോയോ എന്ന് സുറിയാനി പറയും. അതും തൃത്വത്തെ മാനിച്ചുകൊണ്ടോ ആദരിച്ചുകൊണ്ടോ കർത്താവിനോട് നമ്മുടെ
പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇന്നും എന്നാളും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അവിടെ എല്ലാം തൃത്വമാണ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ തൃത്വ ആരാധന കഴിഞ്ഞാൽ അടുത്ത ആരാധനയുടെ ഓർഡർ, നമുക്കൊരു ഓർഡറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? വിശുദ്ധ കുർബാന ചൊല്ലുന്ന പുസ്തകത്തിന് എന്താണ് പേര് പറയുന്നത്? കുഞ്ഞുങ്ങളാരെയും പറയാമോ? വിശുദ്ധ കുർബാന ചൊല്ലുന്ന പുസ്തകത്തിന് പൊതുവെ പറയപ്പെടുന്ന പേർ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെക്സ്റ്റ് ദാറ്റ് വി യൂസ് ഫോർ സെലിബ്രേറ്റിംഗ് ദ ഹോളി വർഷിപ്പ്? കുർബാന പേപ്പർ, കുർബാനക്രമം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം. ഞാൻ ചോദിച്ചത്, പുരോഹിതന് ഉപയോഗിക്കുന്ന ഒരു വലിയ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ടക്സ. ടക്സ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതറിഞ്ഞൂടെ അല്ലേ? ഇന്ന് പഠിച്ചോ, ഇനി മറക്കരുത്. എന്താണ്? ഓർഡർ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയ്ക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചേ ഇത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റംപററി പ്രേയേഴ്സ് എന്ന് പറഞ്ഞ പ്രേയേഴ്സ് ഉണ്ട്. നമുക്ക് പ്രാർത്ഥനയോഗം നടത്തുമ്പോഴോ അല്ലെങ്കിൽ വളരെ കൊളോക്കിയലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അത് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ആരാധനയ്ക്ക് ഒരു ക്രമം ഉണ്ട്. ആ ക്രമം പാലിച്ചിരിക്കണം. ആ ക്രമത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ആരാധിക്കാൻ നിൽക്കുമ്പോൾ തൃത്വസ്തുതി ആദ്യം നമ്മൾ കരയറ്റണം. കർത്താവിനോടുള്ള പ്രാർത്ഥന നടത്തണം. അത് തൃത്വസ്തുതിയിൽ അടിസ്ഥാനപരമായിരിക്കണം, തൃത്വസ്തുതിയിൽ അവസാനിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ സ്ലൂസോ ദ ഷൂറോയോ, അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന, അല്ലെങ്കിൽ ദി ബിഗിനിങ് പ്രേയർ. അങ്ങനെ ആയിരിക്കണം. അത് കഴിഞ്ഞാലോ? അതാണ് എനിക്ക് അറിയേണ്ടത്. കുർബാനക്രമം കയ്യിലുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി നോക്കിയാൽ മതി, ഞാൻ പറയുന്നില്ല. നമ്മൾ ഏതെങ്കിലും ആരാധനക്രമത്തിൻ്റെ പ്രാർത്ഥനയോ ഗീതങ്ങളോ ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ ഹെഡിങ്സ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുർബാനക്രമം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കി പിടിക്കണം. നമുക്ക് കാണാതെ അറിയാമായിരിക്കും പല കാര്യങ്ങളും. പക്ഷേ നോക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തുവാണെന്നറിയാമോ? എന്നോടൊരു അച്ഛൻ തന്നെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ശീമാനമസ്കാരം സുറിയാനിയിലും ചൊല്ലാൻ അറിയാം, ശീമാനമസ്കാരം മുഴുവനും കാണാതറിയാം. പക്ഷേ അച്ഛൻ ശീമാനമസ്കാരം എടുത്തിട്ട് ഇങ്ങനെ പാടുമ്പോൾ, അറിയാവുന്നതാണെങ്കിലും നോക്കി പാടുമ്പോൾ നമുക്ക് പുതിയ പുതിയ അർത്ഥതലങ്ങൾ വെളിവാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കും. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന സങ്കീർത്തനം 23 ഇന്ന് വായിച്ചിട്ട് നാളെ വായിക്കുമ്പോൾ വേറെ ആഴത്തിലുള്ള വെളിപാടുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേദപുസ്തകത്തിൽ what do you mean by Holy Spirit revealing to you something? What do you mean by that? So many people I have heard saying like, I have got something from the Bible. When I opened the Bible for the first instance, I got that words or got that verses, and I take that words as a revelation from God. ദൈവത്തിൽ നിന്നുള്ള വെളിപാടായിട്ടോ അല്ല ദൈവം പറഞ്ഞതായിട്ടോ ഞാൻ അതിനെ എടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നല്ല കാര്യമൊക്കെ തന്നെ അല്ലേ? പരീക്ഷയ്ക്ക് പോകുന്ന പിള്ളേരെന്ത് ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? അല്ലെങ്കിൽ നമ്മൾ എന്തിനാ പിള്ളേരെ പറയുന്നത്? നമ്മൾ പ്രായമാരെന്താ ചെയ്യുന്നത്? എന്തേലും ഇതൊക്കെ പ്രയാസം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ വീട് ഉദാശ വരുമ്പോഴൊക്കെ ഉള്ളൂ. എടുത്ത് അങ്ങോട്ട് നോക്കും അല്ലേ? ഇങ്ങനെ എടുത്ത് നോക്കും. യഹോവ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. കൊള്ളാം, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, യഹോവ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരാൾ പണ്ട് നോക്കിയ കഥ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? കേട്ടിട്ടുണ്ടോ? ഇതുപോലൊരു പാർട്ടി ഇറങ്ങിയതാണ്. എന്തിനിറങ്ങിയതാണ്? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ വേദപുസ്തകത്തിലെ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിക്കും, ദൈവം എന്തുവാ എന്നോട് പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹം വേദപുസ്തകം തുറന്നു നോക്കി. എന്താണ് കണ്ടത്? ഒരാൾക്ക് പറയാൻ പറ്റും, കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ. എന്താണ് കണ്ടത്? യൂദാ കെട്ടി ഞാന്ന് ചത്തു. ഇതാണ് കണ്ടത്. കല്യാണത്തിന് പെണ്ണ് കാണാൻ ഇറങ്ങിയതാണ്. ഇതല്ല, ഇതെൻ്റെ വാക്യമേ അല്ല. ഇത് ഇങ്ങനെ ഒരിക്കലും ദൈവം എന്നോട് പറയത്തില്ല. ഞാൻ മിനിഞ്ഞാന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മിനിഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട് വേദപുസ്തകം കണ്ടത്. അപ്പം മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ദൈവം എന്നോട് ഇങ്ങനെ പറയില്ല. അപ്പനും അമ്മയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ എടുത്തു.
നീയും അപ്രകാരം തന്നെ ചെയ്യുക. ഇങ്ങനെയാണോ ദൈവം സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നുമല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിമല തിരുമേനിയോടും മാതാവിനോടും അതുപോലുള്ള വിശുദ്ധന്മാരോടും മാത്രമല്ല, സഭയിലെ ആരോടും പരിശുദ്ധാത്മാവ് ഇടപെടും, സംസാരിക്കും. വി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് deep within your hearts. It's not through these ears that you're hearing the words of the Holy Spirit, but through the inner ears. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? Let me ask you something. How many senses you have got? What your teacher has taught you? 6. അതേതാണ് എക്സ്ട്രാ സെൻസ്? അത് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ പറഞ്ഞ പോലെ എക്സ്ട്രാ ബോൺ വല്ലതും ആണോ? അങ്ങനെ വല്ലതും ആണോ? പിന്നെന്താണ്? 5 സെൻസ്. ഏതൊക്കെയാണ്? കണ്ണ്, എനിക്കേ മാറിപ്പോയി, കണ്ണ്, പിന്നെന്താണ്? നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക് എന്ന് പറയും. മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഇത്രയാണ് 5 സെൻസസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രായമുള്ളവർ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ പുസ്തകരിപ്പില്ല, അല്ലെ ആ പ്രാർത്ഥന എടുത്ത് വായിച്ച് കേൾപ്പിക്കാമായിരുന്നു. 40-ാം വെള്ളിയാഴ്ചയുടെ പ്രഭാത പ്രാർത്ഥനയുടെ എത്രോയിൽ മാത്രമല്ല പലയിടത്തും പറയുന്നുണ്ട്, അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ. എന്ത്? കർത്താവേ ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ. ദശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. പഞ്ചേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ എന്നല്ല, മറിച്ച് ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ. അതപ്പോൾ എവിടെയാണ് ബാക്കി 5 എണ്ണം? ബാക്കി 5 എണ്ണം എവിടെയാണ്? ആ ബാക്കി 5 എണ്ണമാണ് റിയൽ എസെൻഷ്യൽ റിയാലിറ്റി ഓഫ് ദ സെൻസസ്. നമ്മുടെ ഈ പുറത്ത് കാണുന്ന കണ്ണും നാക്കും മൂക്കും ചെവിയുമാണ് ജീവനുള്ളതെന്നും അതാണ് ഇറ്റേണൽ എന്നുമാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. നമുക്ക് ഇതേ സാധനം അകത്തുണ്ട്. അകത്തെ കണ്ണ്, അകത്തെ മൂക്ക്, അകത്തെ ത്വക്ക്, അകത്തെ ചെവി, അകത്തെ പിന്നെന്താണ് ഉറങ്ങുന്നുണ്ടല്ലോ, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്, ഇത്രയും അകത്തെ നാക്ക്. യഹോവ ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, ശമൂവേലേ. വിളിച്ചോ? വിളിച്ചായിരുന്നല്ലോ അല്ലേ? ശമൂവേൽ ഓടിച്ചെന്നു. ശമൂവേൽ ആരുടെ കൂടെ? അന്നേരം ആരുടെ കൂടാണ്? ഏലിയുടെ കൂടാണ്. ദേവാലയത്തിൽ ഏലി പുരോഹിതനോടൊപ്പം താമസിക്കുമ്പോൾ ഉച്ചത്തിൽ വിളിക്കുന്ന ശബ്ദം ശമൂവേൽ കേട്ടിട്ട് എങ്ങോട്ടാണ് ഓടിച്ചെന്നത്? ഏലിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പച്ചാ എന്നെ വിളിച്ചോ? ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല. പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ഇപ്പം വിളിച്ചില്ല. ഓ ശരി. പോയി കിടന്ന് ഉറങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ശമൂവേലേ മോനെ, ശമൂവേലേ. വീണ്ടും പുതപ്പൊക്കെ മാറ്റിയിട്ട് ഓടി ആരുടെ അടുത്ത് ചെന്നു? ഏലിയുടെ അടുത്ത് ചെന്നു. അപ്പച്ചാ എന്നെ വിളിച്ചല്ലോ? ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല. പക്ഷേ ഏലിക്ക് കാര്യം പിടികിട്ടി. അതെന്തുകൊണ്ടാണ് പിടികിട്ടിയെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും പിടികിട്ടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളുടെ അടുത്തൊരു കാര്യം ഒരു 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 ദ്വയാർത്ഥത്തിൽ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ എന്തായിരിക്കും കാര്യം? മനസ്സിലായില്ല. നമുക്കതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അല്ലേ? നമുക്കതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മൂവി ഇതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലോ. എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിനേക്കാളും വലിയ വേലത്തരം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അല്ലേ? നമുക്ക് പിടി കിട്ടും. അതുകൊണ്ട് അഭ്യാസം ഒന്നും ഇറക്കാൻ നിൽക്കരുത് കേട്ടോ. പേരൻസിന് മനസ്സിലാവും. മനസ്സിലാകുന്നില്ലെന്ന് അവർ ചുമ്മാ അങ്ങ് നിങ്ങളെ അങ്ങ് വിടുന്നതാണ്. അവർക്കെല്ലാം പിടി കിട്ടും. ഏലിക്ക് ശമൂവേലിൻ്റെ വിളി ബോധ്യമായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏലി ഇതുപോലെയുള്ള വിളി കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ട് മറുപടി എന്ത് പറഞ്ഞു? മോനെ, ഇനിയും വിളിച്ചാൽ എന്തു ചെയ്യണം? യഹോവേ ഉത്തരമരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. ഇത് ഏലി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഏലി വിശുദ്ധനായിരുന്നു. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണെന്നറിയാമോ? ശമൂവേലേ, ശമൂവേലേ എന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ശമൂവേൽ അത് കേട്ടു. ഞാനിപ്പം സജിയച്ചനെ സജിയച്ച എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര പേര് കേൾക്കും ഈ മൈക്ക് സൗണ്ടിൽ കൂടെ?
നിങ്ങളെല്ലാവരും കേൾക്കൂലേ? ഇത് ശശിയച്ച് മാത്രമേ കേട്ടുള്ളന്നേ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുമോ? ഈ ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളി ഏലി കേട്ടില്ല. ഉച്ചത്തിലാണ് വിളിച്ചത്. 2 തവണ വിളിച്ചിട്ട് ഏലി കേട്ടില്ല. അപ്പം എവിടം കൊണ്ടായിരിക്കും ഈ വിളി കേട്ടത്? അതാണ് എൻ്റെ ചോദ്യം. ഈ ചെവി കൂടെ ആണെങ്കിൽ ഏലിയും കേൾക്കേണ്ടതാണ്. അപ്പോൾ ആ ചെവിയിൽ കൂടെ അല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ ശമൂവേലിൽ ഉണ്ടായിരുന്ന അകത്തെ ചെവിയിൽ കൂടി ഈ ശബ്ദം ശമൂവേൽ കേട്ടതിൻ്റെ കാരണവും കൂടെ ഉണ്ട്. ആ അകത്തെ ചെവി സ്വർഗത്തിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ട്യൂൺ ചെയ്ത് വയ്ക്കണം. ഇപ്പം ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്, അറിയാമോ? എൻ്റെ ശബ്ദമേ നിങ്ങൾ കേൾക്കുന്നു. ഇതുകൂടാതെ FM-ൻ്റെ സൗണ്ടുണ്ട്, അഴുക്ക് സിനിമകൾ ഓടുന്നുണ്ട്, നല്ല സിനിമകൾ ഓടുന്നുണ്ട്, വാർത്തകൾ ഓടുന്നുണ്ട്, പല ഭാഷകളിലുള്ള പല രീതിയിലുള്ള പാട്ടുകൾ, വാർത്തകളെല്ലാം ഓടുന്നുണ്ട്. നിങ്ങൾ ഏത് സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നു അത് നിങ്ങൾക്ക് കിട്ടും. അത് വിശുദ്ധനായാലും കിട്ടും, അശുദ്ധനായാലും കിട്ടും. നിങ്ങൾക്ക് അഴുക്ക് സിനിമയാണോ വേണ്ടി ട്യൂൺ ചെയ്താൽ അത് കിട്ടും. അല്ല, എനിക്കത് വേണ്ട, എനിക്ക് നല്ല കാഴ്ചകൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ട്യൂൺ ചെയ്താൽ അത് കിട്ടും. നിങ്ങളുടെ അകത്തെ ചെവി സ്വർഗത്തിലേക്ക് ട്യൂൺ ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അകത്തെ ചെവിയിൽ കൂടി കേൾക്കും. അല്ല, നിങ്ങൾക്ക് വേണ്ട, എനിക്കത് കേൾക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് വേറൊരു ശക്തി ഉള്ളിൽ തിന്മയുടെ ഭാവമായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഗൈഡൻസ് തരും. അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പോകും. അപ്പോൾ അകത്തൊരു ചെവി, അകത്തൊരു കണ്ണ്. ദൈവത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രൂപമല്ലത്. ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഇല്ല. ദർ ഈസ് ആൻ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ആ രൂപം എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുള്ള രൂപമല്ല. കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോഴുണ്ടായ ഒരു രൂപഭാവമാണ് നമ്മുടെ മനസ്സിലെങ്കിലും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കർത്താവിനുണ്ടായത് ട്രാൻസ്ഫോംഡ് ബോഡി എന്ന് പറയും. അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ കയറുവാൻ ആ ശരീരത്തിന് സാധിക്കും. അതിനെയാണ് ട്രാൻസ്ഫോംഡ് ബോഡി എന്ന് പറയുന്നത്. അത് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ സാധ്യമല്ല. മരിച്ചുയർത്തെഴുന്നേറ്റ് ട്രാൻസ്ഫോംഡ് ബോഡിക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ രൂപത്തെ കാണുക എന്ന് പറഞ്ഞത് നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുമ്പോഴാണ് ദൈവിക ദർശനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പുറത്തെ ഇന്ദ്രിയങ്ങളെല്ലാം അതിനെ സഹായിക്കുന്നതാണ്. എന്തിനാണ് ഈ ഇത്രയും ഭംഗിയുള്ള കാശ് കൊടുത്തുള്ള മറ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? ഒരു പുരോഹിതൻ കുർബാന ചൊല്ലുമ്പോൾ എന്തിനാണ് വില കൂടിയ തുണികൾ ധരിക്കുന്നത്? അത് പുരോഹിതന് ഷോ കാണിക്കാനല്ല. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. അത് ദൈവത്തിൻ്റെ പ്രാഭവം നമ്മുടെ ഈ കണ്ണുകളിൽ, അതായത് ഈ പുറത്തെ കണ്ണുകളിൽ ദർശിച്ചിട്ട് നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാനാണ്. അവിടെ കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് പോയ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ജനം പറയും പുരോഹിതനും നശിക്കും. എങ്ങനെയാണെന്നറിയാം? ഇറങ്ങി വരുമ്പോൾ അച്ഛാ കാപ്പ സൂപ്പറായിരുന്നു കേട്ടോ പറയും. കാപ്പ സൂപ്പർ ആക്കി വയ്ക്കണം. അത് അച്ഛനും പഠിപ്പിച്ചു കൊടുക്കണം. ഈ കാപ്പയിലല്ല നിങ്ങളുടെ ശ്രദ്ധ. എവിടെ? നിങ്ങളുടെ ശ്രദ്ധ ഈ കാപ്പയിൽ കൂടി ദൈവത്തിലേക്ക് എത്തണം. മനോഹരമായ ദേവാലയം പണിയുന്നത് അതിനു വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ ദേവാലയത്തും ഇത്രയും പൈസ കൊടുത്ത് മുടക്കി ഇത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനല്ല. ദൈവത്തിൻ്റെ പ്രാഭവം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കാനായിട്ടാണ്. ത്രോണോസ് ഈ വിരിച്ചൊരുക്കിയിരിക്കുന്ന അതിനാണ്. ആ പ്രാഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനാണ്. അങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്. കർത്താവിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. യഹോവയെ രുചിക്കുന്നത് എങ്ങനെയാണ്? യഹോവയെ രുചിച്ചറിവീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വീഞ്ഞിൻ്റെ അപ്പത്തിൻ്റെയും കർത്താവിൻ്റെ തിരുശരീരങ്ങളായിട്ട് നമ്മൾ അച്ഛൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ രുചി ആസ്വദിക്കുന്നതാണോ? ആണോ? അല്ല. യഹോവയെ രുചിക്കറിയണമെങ്കിൽ അകത്തൊരു നാക്കുണ്ടാവും. ആ നാക്ക് വെച്ചാണ് യഹോവയെ രുചിക്കുന്നത്. യഹോവയെ തൊടുന്നതും അങ്ങനെയാണ്. യേശുവിനെ തൊടുന്നതും അങ്ങനെയാണ്. പ്രജാധികാരിയായ സ്ത്രീ യേശുവിനെ തൊടുവാൻ ആഗ്രഹിച്ച് ഓടി അടുത്തോട്ട് ചെന്നിട്ട് ആ കുപ്പായത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. അച്ഛൻ അറിഞ്ഞില്ല എന്താ കാര്യം. ഞാൻ അച്ഛനെ ഇപ്പം തൊട്ടായിരുന്നു. അച്ഛൻ അറിഞ്ഞില്ല എന്താ കാര്യം. നിങ്ങൾ ആരെങ്കിലും വന്ന് ഇപ്പം ഇവിടെ തൊട്ടാൽ അറിയുമോ? ഇല്ല. എന്താ കാര്യം?
എൻ്റെ ശരീരത്തോട് നിങ്ങളെ സ്പർശനമായില്ല, അതുകൊണ്ടാണ്. എൻ്റെ ശരീരത്തിൽ തൊട്ടാലേ ആ സ്പർശനം എനിക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ തൊങ്ങലി വന്ന് തൊട്ടേച്ച് പോയാൽ എങ്ങനെ അറിയാൻ? അത്രേ പുറജാതിക്കാരി സ്ത്രീ ചെയ്തുള്ളൂ. പക്ഷേ കർത്താവിനെ ജനം തിങ്ങിത്തിരക്കുകയാണ്. അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ജനം തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു, ഇടിച്ചിടിച്ച് നടക്കുക. അന്നേരം കർത്താവ് തിരിഞ്ഞിട്ട് ചോദിക്കുക. എന്താണ് ചോദിച്ചത്? ചോദ്യം പറയൂ. എന്നെ തൊട്ടതാര്? എന്തൊരു പ്രതിഭാസം, വിരോധാഭാസം, തമാശ ചോദിക്കുവാണ്. ഇടിക്കുക ജനം നിന്ന്. അപ്പം തിരിഞ്ഞു നിന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? ഇപ്പം പത്രോസ്ലിയ പറഞ്ഞു, നീ എന്തോ ഈ പറയുന്നത്? അല്ലേ തന്നെ ഭ്രാന്തൻ്റെ പേരുണ്ട്, ഇവന് ഭ്രാന്ത് പിടിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പറ്റി അതും ഇതുമൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതുകൂടെ പറഞ്ഞു കൊടുത്താലോ? നീ എന്തോ ഈ പറയുന്നത് ഗുരു? അങ്ങ് എന്തുവാണ് ഈ പറയുന്നത്? പുരുഷാരം തിക്കി തിരക്കുന്നത് കണ്ടില്ലേ? ഇതിൻ്റെ ഇടയ്ക്കാണ് നിന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നത്. അപ്പം കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? അല്ല, എന്നെ ഒരാൾ തൊട്ടു, കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അപ്പം ഇവള് പേടിച്ചു പോയി. ഇവള് തൊട്ടില്ല. അപ്പം ഈ തൊടൽ എവിടെ ഉണ്ടായത്? അതാ എൻ്റെ ചോദ്യം. ഒരു തൊടലുണ്ടായോ? കർത്താവ് പറയും തൊടലുണ്ടായെന്ന്, പുരുഷാരം പറയുന്നു ആരും തൊട്ടില്ല എന്ന് പുരുഷാരം പറയുമ്പോൾ കർത്താവ് പറയുന്നു എന്നെ ഒരാൾ തൊട്ടു. 1000 പേര് തിരിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് എന്നെ ഒരാൾ തൊട്ടു. തിരിഞ്ഞു നിന്നു. ഇവള് പേടിച്ചു മാറി, പേടിച്ചു പോയി. മകളെ ഇങ്ങി വാ, മോളിങ്ങി വാ. ഈ തൊടൽ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ ഉള്ളിലെ അവൻ തന്നെ പരിശുദ്ധാത്മാവാകുന്നുവല്ലോ. ഈ കണക്ഷൻ അവിടെ കിട്ടി. ഇവിടെയാണ് അകത്തെ ഇന്ദ്രിയങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് പൗരസ്ത്യ ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ല ദേവാലയത്തിൽ വന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പോകുന്നതല്ല. മാത്രമല്ല നമ്മുടെ ആരാധനയുടെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത്. ഈ തൊടലുണ്ടാവണം, ഈ സ്പർശനം ഉണ്ടാവണം. അങ്ങനെയാണ് ദൈവത്തെ തൊടുന്നത്. ശക്തി പുറപ്പെടുന്നത്, റിസീവ് ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടണം. ആ സ്ത്രീക്ക് അത് അനുഭവപ്പെട്ടു. കാരണം എന്തുവാണ്? അവൾ പുറജാതിക്കാരിയായ സ്ത്രീ ആയിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് പൗലോസ്ലീഹയാണ്. എങ്ങനെയാണെന്നറിയാമോ? യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഇവൾ സ്വർഗത്തിൽ പോകുന്നവളോ അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ സാധിക്കുന്നവളോ അല്ല. കാരണം പുറജാതിക്കാരി സ്ത്രീയാണ്. അന്ന് പരിശുദ്ധാത്മാവെന്നൊരു പ്രയോഗം ഇല്ല എന്നുണ്ടെങ്കിലും യഹോവയുടെ ആത്മാവ് ഇല്ലാത്തവളാണ്. എന്നാൽ കർത്താവ് അവളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ കണ്ടു എന്ന് പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹയാണ് ഇൻഡയറക്റ്റായിട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. യേശുവിനെ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും ഡാഷ് എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. എന്ത് പൂരിപ്പിക്കാമോ? യേശുവിനെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും ഡാഷ് എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. എന്താണ്? അതാണ് നമ്മുടെ ഒരു പ്രശ്നം. വേദപുസ്തക പാരായണങ്ങൾ കുറവാണ്. വളരെയധികം ദോഷം ചെയ്യും. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ വിചാരം ഒരു കുർബാന കണ്ടു കഴിഞ്ഞ് പോകുന്നതാണ് എല്ലാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുർബാനയുടെ എന്തെങ്കിലും ഒരു സാരാംശം മനസ്സിലാകണമെങ്കിൽ, ചെറുതായിട്ടെങ്കിലും ഒന്ന് അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള സംക്ഷിപ്ത രൂപം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് വലിയ ആനക്കാര്യമാണ്, വലിയ കാര്യമാണ്. പക്ഷേ സ്ഥിരമായി വേദപുസ്തകം കൈകാര്യം ചെയ്താൽ, നമുക്കൊരു ചിട്ടയായ ഡിസിപ്ലിൻ ഉണ്ടാക്കി അത് വായിച്ച് തീർത്താൽ വേറെ 1 വർഷം എടുക്കത്തുള്ളൂ. ഒന്നും മനസ്സിലാവണ്ട, നിങ്ങൾക്കൊന്നും മനസ്സിലാവേണ്ട. അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവേണ്ടെന്ന് തന്നെ വെച്ച് വായിച്ചോളൂ. ദിവസം കഴിയും തോറും പരിശുദ്ധാത്മാവ് ഓരോന്നും മനസ്സിലാക്കി തരും എന്ന് മാത്രമല്ല, ഇണവാക്യങ്ങളെ കൂടെ കണ്ടുപിടിച്ച് തരും. യെശയ്യാവിൻ്റെ പുസ്തകം 66 അധ്യായത്തിലുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിനൊന്നിനും ഇണ കിട്ടാതെ ഇരിക്കുമില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്. എന്തുവാ ഇണ? നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആത്മാവ് പറഞ്ഞു തരും, ഇതിൻ്റെ ഇണവാക്യം എന്താ അവിടെ കിടക്കുന്നു, അങ്ങോട്ട് പോയിക്കോളാൻ പറയും.
നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതും കൂടെ ബന്ധിപ്പിക്കും. ഒരിണയും ഇണ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ ഇണ ആരാണ്? എൻ്റെ പാർട്ട്ണർ തമ്മിൽ ഉണ്ടാകുന്ന സംയോജനത്തിൽ ജനിക്കുന്നത് മറ്റൊരു സൃഷ്ടിയാണ്, അറിയാമല്ലോ. അപ്പോൾ ഒരു ഇണവാക്യത്തിൻ്റെ മറ്റൊരു ഇണവാക്യം തമ്മിൽ പരിശുദ്ധാത്മാവ് ബന്ധിപ്പിച്ച് വരുമ്പോൾ പുതിയൊരു റെവലേഷൻ നമുക്ക് ലഭിക്കും. ആ റെവലേഷനാണ് അന്നത്തെ നമ്മുടെ കുഞ്ഞ്. അതിനെ തോളിയിട്ടുകൊണ്ട് വേണം അന്ന് നടക്കാൻ. നാളെ വേറെ കുഞ്ഞിനെ തരും. എത്ര ആയുസ്സുണ്ടോ അത്രയും ദിവസവും അത്രയും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരും. വലിയൊരു ആനന്ദമാണ് കുഞ്ഞുങ്ങളെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. എങ്ങനെയാ? ഇണവാക്യങ്ങൾ ചേർത്ത്. ഇത് വേദപുസ്തകത്തിലെ മറ്റൊരു മർമ്മമാണ്. യഹോവയുടെ പുസ്തകത്തിൽ അതിന് അന്വേഷിച്ച് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് മാറിപ്പോകാതിരിക്കാൻ പഴയതിലേക്ക് തിരിച്ചു വരിക. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ നമ്മളെല്ലാം വിളിക്കുന്നുണ്ട്. അതിനും കർത്താവ് വാക്യം പറയുന്നുണ്ട്. എന്താണ്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. അപ്പോൾ കർത്താവേ എന്നുള്ള വിളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അംശവും കൂടെ അല്ലെങ്കിൽ ആത്മബോധ്യം കൂടെ ചേർത്തുകൊണ്ട് വിളിക്കുമ്പോഴാണ് ആ വിളി ഉടയവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എൻ്റെ കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്നവൾ നിലവിളിച്ചപ്പോൾ തൊടൽ ഉണ്ടായി. എന്തുണ്ടായി? തൊടലുണ്ടായി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ തൊടൽ ഉണ്ടായില്ല. ഇത് പൗരസ്ത്യ ദർശനത്തിൻ്റെ ഒരു മർമ്മമാണ്. ഇതൊക്കെയാണ് ആരാധനയിൽ നമ്മൾ ആസ്വദിച്ചറിയേണ്ടത്. ഇവിടെ കാണാൻ ദൃശ്യങ്ങൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നു. ആരാധനാ ഗീതങ്ങൾ ഇമ്പമായി പാടുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് കോൺഗ്രിഗേഷനായി പാടുന്നത് ഈ ചെവി കൂടെ കേട്ടിട്ട് അതിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. അതിവിടെ നിൽക്കരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അകത്തെ ചെവി തുറക്കണം. ആ ചെവി തുറക്കുവാൻ ആരെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അകത്തെ ചെവി തുറക്കുവാനുള്ള തടസ്സമായിട്ടും അത് നിൽക്കരുത്. അങ്ങനെയുണ്ട് അല്ലേ? പല പള്ളികളിലെയും ആരാധനയിലെ കൊയറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് കൊയർ മറന്നു പോകുന്നുണ്ട്. അവരുടെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ലത്. കൊയറെന്ന് പറയുന്നത് പാലമാണ്. കോൺഗ്രിഗേഷനെ ആരാധനയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഒരൊറ്റ ആൾക്ക് പോലും ഇത് കാരണം ആരാധന അന്യമായോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായോ തോന്നരുത്. അതുകൊണ്ടാണ് സ്തൗമൻ കാലോസ് പറയുന്നതും നാം എല്ലാവരും നല്ലവണ്ണം നിൽക്കണം. നല്ലവണ്ണം അല്ലയോ നിൽക്കുന്നത്? അല്ലേ? ഒടിഞ്ഞു കുത്തിയാണോ നിൽക്കുന്നത്? അതാണോ അതിൻ്റെ അർത്ഥം? എല്ലാം ഉണ്ട്, പല അർത്ഥങ്ങളുണ്ട്. എൻ്റെ നോട്ടം കൊണ്ടോ, എൻ്റെ നിപ്പ് കൊണ്ടോ, എൻ്റെ ഗന്ധം കൊണ്ടോ, എൻ്റെ സാന്നിധ്യം കൊണ്ടോ, എൻ്റെ രൂപഭാവത്തിൻ്റെ തടസ്സം കൊണ്ടോ എൻ്റെ മുന്നിലോ പുറകിലോ നിൽക്കുന്ന ആൾക്ക് ദൈവത്തിലേക്കുള്ള ദൃഷ്ടിയോ അടുപ്പമോ തടസ്സമാകരുത് എന്ന് ശുശ്രൂഷക്കാരൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാണ് സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ. എന്താ അർത്ഥം? വാട്ട് ഡു യു മീൻ ബൈ സ്തൗമൻ കാലോസ്? സ്തൗമൻ കാലോസ് എനിവൺ? എല്ലാവരും പറഞ്ഞല്ലേ, ഒരു സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചതാ. സ്റ്റാൻഡ് വെൽ ആൻഡ് റൈറ്റ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്? റെസ്പോൺസ് എന്താണ്? വാട്ട് ഈസ് ദ റെസ്പോൺസ്? കുറിയേലൈസോൻ, which means what? Which means what? What do you mean by കുറിയേലൈസോൻ? എന്താ? Lord have mercy on us. കർത്താവേ ഞങ്ങളോട് കരുണയാണ്. ക്രിയ മീൻസ് ലോർഡ്. ലൈസോൻ ഹാവ് മേഴ്സി ഓൺ us. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ അകത്തെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, എല്ലാ ഇന്ദ്രിയങ്ങളെപ്പറ്റി ഞാൻ പറയാനില്ല, അതിനുള്ള സമയമില്ല, ബന്ധപ്പെടുത്തി ഈ 5 ഇന്ദ്രിയങ്ങളും ആക്ടിവേറ്റ് ആണെങ്കിൽ പുറത്തെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ പുറത്തെ ഇന്ദ്രിയങ്ങൾ അടയണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത്. സത്യത്തിൽ കണ്ണടയ്ക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ കണ്ണടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കണ്ണടയ്ക്കുകയല്ല. പിതാവിനും പുത്രനും പരിശുദ്ധ കണ്ണടച്ചു. ഈ കണ്ണടയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പറയൂ. അകത്തെ കണ്ണ് തുറക്കും. ഈ കണ്ണ് തുറന്നിരുന്നാൽ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും. ഇനി എങ്ങാനും തുറന്നിരുന്നാൽ
നേരെ ബലിപീഠത്തിൽ നോക്കി അതിൻ്റെ പ്രാഭവം ദൈവത്തിൻ്റെ പ്രാഭവമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ണ് തുറന്ന് വയ്ക്കാൻ പറയുന്നത്. അല്ല, കണ്ണ് തുറന്ന് അവിടെ അത് കൊള്ളാം, ആ കുരിശിൻ്റെ ആ ഡിസൈൻ സൂപ്പറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേർ, നമ്മൾ അച്ഛന്മാർ ഞങ്ങളെപ്പോലുള്ളൊരു നശിച്ചു പോകുന്ന രീതിയിൽ പൊക്കി പറഞ്ഞു കളയും. എങ്ങനെയാണെന്നറിയാമോ? കുർബാനയുണ്ടോ മട്ടി പൊളി ഇങ്ങനെ പറയാമോ? ഇങ്ങനെ പറയാമോ? കുർബാനയും അച്ഛൻ്റെ സ്വരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പം ഫേസ്ബുക്കിലും മറ്റും, ഞാനിപ്പോൾ അധികം ഫേസ്ബുക്ക് നോക്കാറില്ല, ഫേസ്ബുക്കിലും മറ്റും ഒരിടയ്ക്ക് ഭയങ്കരമായ ട്രെൻഡ് ഉണ്ടായിരുന്നു. പറയാവുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇന്ന പുരോഹിതൻ്റെ അനുഗ്രഹീതമായ ശബ്ദത്തിൽ, അങ്ങനൊരു ശബ്ദമുണ്ടോ? ദൈവത്തെ വിളിക്കുന്ന ഏത് ശബ്ദവും എന്താണ്? അനുഗ്രഹീതമാണ്. ഇന്ന ശബ്ദത്തിൽ അങ്ങോട്ട് വിളിക്കുന്ന പുരോഹിതൻ്റെ ശബ്ദം മാത്രമോ, ജനങ്ങളുടെ വിശ്വാസമുള്ള ശബ്ദം മാത്രമോ അനുഗ്രഹീതമാവുമോ? അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് അല്പം താലന്തും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലഹങ്കരിക്കാതെ താന്നിരിക്കണം. എത്രയും താലന്ത് നമുക്ക് തരുന്നോ അത്രയും താന്ന് തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നോണം. അല്ലെങ്കിൽ അവൻ പിടിച്ച് താരിയിടും. ആര്? അരുണോദയപുത്രൻ. അതാരാണ്? യെശയ്യാവിൻ്റെ പുസ്തകം 14 അധ്യായം വായിച്ചാൽ മതി, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് ഈ പൗരസ്ത്യ ആരാധനയുടെ അടിസ്ഥാനമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞത് എന്താണ്? എന്നിൽ നിന്നാണ് തുടങ്ങിയത്. ത്രിത്വ ആരാധന കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർഡർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഞാൻ ഇത്രയും പോയത്. അടുത്ത ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റുന്നവർ പറയണം. ഈ സദ്യ വേറെയാണ്. ഞാൻ തിരിച്ചു ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രിൻസച്ചൻ്റെ അത്രയും ഉദാരമനസ്കനല്ല. എനിക്ക് തിരിച്ചു വേണം. എന്താണ്? ഈ പാട്ടൊന്ന് പാടി. കൃപ ചെയ്യണമേ നാഥ. എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം? കൃപ ചെയ്യണമേ. ആരോടാണ് പ്രാർത്ഥന? നാഥ കൃപ ചെയ്യണമേ. ആരോടാണ്? കർത്താവിനോട്. ആദ്യത്തെ സ്റ്റാൻസ കർത്താവിനോടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പാട്ടുകളുടെ ക്രമമാണെങ്കിലും ആദ്യത്തെ തൃത്വസ്തുതിയോ തമ്പുരാനുള്ള പ്രാർത്ഥനയോ ആയിരിക്കും. കൃപ ചെയ്യണമേ നാഥ കൃപ ചെയ്യണമേ. ആ സ്റ്റാൻസ കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻസയുടെ ഹെഡിങ് എന്താണ്? ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്റ്റാൻസ കഴിഞ്ഞു. ബാക്കി പാടാനല്ല പറഞ്ഞത്. ഇത് സമയം തീരാറായി, പെട്ടെന്ന് പറയൂ. ദൈവമാതാവ് എന്നാണ്, അല്ലേ? അത് പറയാൻ എത്ര നേരം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരാധനയിൽ തൃത്വസ്ഥാനം കഴിഞ്ഞാൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ആർക്കാണ്? ദൈവമാതാവിനാണ്. എന്തുമാത്രം പ്രാധാന്യം സഭ ദൈവമാതാവിന് കൊടുക്കുന്നുണ്ട്. ആ പരിശുദ്ധ മാതാവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ശൂനോയോ പെരുന്നാൾ മോറോനായ പെരുന്നാളിന് സമമായ പെരുന്നാളായിട്ട് സഭ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. മാതാവ് മരിച്ചോ ഉടലോടെ സ്വർഗത്തോടെ എടുക്കപ്പെട്ടോ? എന്താണ് നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിന് അസെൻഷൻ എന്നാണോ അസംഷൻ എന്നാണോ പറയുന്നത്? Ascension. Is this called ascension of Saint Mary or assumption of Saint Mary? And what is the difference between ascension of Saint Mary and assumption of Saint Mary? Do we any time address this as ascension or do we address this as assumption? അതെ, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെയാണ് അസെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വയമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനാണ് കർത്താവിന് മാത്രമേ, അല്ലെങ്കിൽ അതിനെയാണ് അസെൻഷൻ എന്ന് പറയുന്നത്. ദൈവമാതാവിൻ്റെ അങ്ങനെയല്ല, അസംഷൻ ഓഫ് സെയിന്റ് മേരി. ദൈവമാതാവ് സാധാരണ മരണം പ്രാപിച്ചുവെന്നും യോഹന്നാൻ ശ്ലീഹായുടെ നേതൃത്വത്തിൽ അവളെ സംസ്കരിച്ചുവെന്നും, എന്നാൽ
ദൈവത്തിനെ പ്രസവിച്ച ശരീരം ദ്രവിച്ചു പോകാതിരിക്കാൻ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ കർത്താവ് ആ ശരീരം ഭൂമിയിൽ നിന്ന് എടുത്ത് സ്വർഗത്തിലേക്ക് കരേറ്റി. അതിനെയാണ് അസംഷൻ എന്ന് പറയുന്നത്. ഇത് ദൈവമാതാവിന് ഉള്ള ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവമാതാവിനെ നമ്മൾ വിളിക്കുന്നത്, മലയാളത്തിൽ ദൈവമാതാവെന്ന് പൊതുവെ വിളിക്കുന്നു, പക്ഷേ ഗ്രീക്കിൽ അതിന് സെപ്പറേറ്റ് വേർഡ് ഉണ്ട്. ആ വേർഡ് തെയോട്ടോക്കോസ് എന്നാണ്. എന്താണ് തെയോട്ടോക്കോസ്? തെയോസ് മീൻസ് ഗാഡ്, ടോക്കോസ് മീൻസ് ടു ക്യാരി. ദൈവത്തെ വഹിച്ചവൾ എന്നർത്ഥം. അപ്പം ഞാനൊരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കും, നമ്മളാരും ദൈവത്തെ വഹിക്കുന്നവരല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ? അല്ല. ദൈവമാതാവിനെ മാത്രമേ തെയോട്ടോക്കോസ് സഭ വിളിക്കുന്നുള്ളൂ. അത് അസന്നിഗ്ധം, അതിന് മാറ്റമൊന്നുമില്ല. തെയോട്ടോക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ വഹിച്ചവൾ, ദൈവത്തെ, someone who carries God എന്നാണ്. What I am asking is, aren't we carriers of God or not? Yeah, we are. Then why we aren't being called as Theotokos? നമ്മളെ എന്തുകൊണ്ട് തെയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നില്ല? സഭ പറയുന്ന മാതാവിനെ മാത്രമേ വിളിക്കാവൂ എന്നാണ്. കാരണം പരിശുദ്ധ ദൈവമാതാവിന് തെയോട്ടോക്കോസ് എന്നുള്ള പദവി ആ വാക്കിൽ കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റൊരു വാക്ക് തന്നിട്ടുണ്ട്. വി ആർ ഓൾസോ കാരിയേഴ്സ് ഓഫ് ഗാഡ് ആൻഡ് വി ആർ ബീങ് കോൾഡ് ആസ് തെയോഫോറോസ്, ദൈവത്തെ വഹിക്കുന്നവർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ മാതാവിനെ അഡ്രസ്സ് ചെയ്യുന്നത് തെയോട്ടോക്കോസ് എന്നാണ്. ബിക്കോസ് ഷീ ക്യാരീഡ് ഇൻ ഹെർ വൂംബ് the creator of the universe or the creation in spirit and in flesh. നമ്മൾ ദൈവത്തെ വഹിക്കുന്ന ഫ്ലഷിലല്ലാണോ? സ്പിരിറ്റിലാണ്, ആത്മാവിൽ നമ്മൾ ദൈവത്തെ വഹിക്കുന്നവരാണ്. എന്നാൽ ദൈവമാതാവ് ദൈവത്തെ ആത്മാവിലും ശരീരത്തിലും വഹിച്ചവളാണ്. അതുകൊണ്ടാണ് അവളെ തെയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നത്. അത് വൺ ഓഫ് ദ റീസൺസ് ആണ് കേട്ടോ, വൺ ഓഫ് ദ റീസൺസ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ദൈവമാതാവ്. ദൈവത്തെ അവൾ എങ്ങനെ വഹിച്ചു എന്നുള്ളത് നമുക്ക് അല്പനിമിഷം കൊണ്ട് പഠിക്കാം. ഞാനൊരു പാട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾ ഉച്ചത്തിൽ ഭംഗിയായിട്ട് ചൊല്ലി ഇങ്ങോട്ട് തരണം. ആരാധന ഗീതമാണ്. പ്രഭാത നമസ്കാരത്തിൽ പള്ളിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. ഞായറാഴ്ച 6 മണിയുടെ നമസ്കാരത്തിലെ ആദ്യത്തെ പ്രാർത്ഥന സ്ലീബായിലെ ഒന്ന് പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും അല്ലേ? മോശ ചമച്ചോര പേടകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റൂഹാദൻ ശോഷപാസ്ലോ ഐഷായൻ ദാവീദുക്തം. നല്ലതായിട്ട് പാടി കേട്ടോ. ഇതാ മനസ്സിലായി, അത് മനസ്സിലായി. മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം മറിയാമേ സ്ലോമോ. എന്താ മനസ്സിലായി? മക്കളെ ഹലോ, എക്സ്ക്യൂസ് മീ, അല്പം ശബ്ദം താഴ്ത്തി അലയ്ക്കാമോ? ആഹാ, കേട്ട പോലും ഇല്ല. ആ പോട്ടെ. മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ. എന്തോ മനസ്സിലായി? പറയൂ, സമയമില്ല, പെട്ടെന്ന് പറയൂ. മോശ ആരാന്നറിയാമോ? എന്നാ പറയൂ ബാക്കി. ചമയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഉണ്ടാക്കുക. മോശ ഉണ്ടാക്കിയ പേടകം
ഒന്നുമില്ലേ? ഇതാണ് നമ്മുടെ ആരാധന. വേദപുസ്തകം അറിയാതെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വേദപുസ്തകം അറിയാതെ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാതെ വരുമ്പോൾ അപ്പുറത്ത് നിന്ന് എൻ്റെ മുട്ടുമേറെ മാതനെ കർത്താവേ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ തോന്നും. മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം പറയൂ. മോശ മനസ്സിലായല്ലോ, ചമച്ച മനസ്സിലായല്ലോ, പേടകം മനസ്സിലായല്ലോ, ദൃഷ്ടാന്തം മനസ്സിലായല്ലോ, മറിയാം മനസ്സിലായല്ലോ, നീ ശ്ലോമോ എന്ന് പറഞ്ഞാൽ സമാധാനം മനസ്സിലായല്ലോ. എന്താ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. പേടകം ഉണ്ട്, അതിന് അതായത് ഇത് മോശയെ പറ്റിയാണോ കന്യാമറിയാമിനെ പറ്റിയാണോ പറയുന്നത്? കന്യാമറിയാമിനെ പറ്റിയാണ്. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ആ ഫസ്റ്റ് സ്റ്റാൻസ് കന്യാമറിയാമിനെ പറ്റിയാണ്. മോശ ചമച്ചോരാ പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ നിനക്ക് സമാധാനം. അതായത് മോശയുണ്ടാക്കിയ പെട്ടകത്തോട് പരിശുദ്ധ അമ്മേ മറിയാമേ നിന്നെ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു, നിനക്ക് സമാധാനം എന്നാണ്. ഇപ്പം മനസ്സിലായോ? അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ കാര്യമല്ലോ. ഇതെങ്ങനെ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്നു? അതെങ്ങനെയാണ്? മോശ ഒരു പെട്ടകം ഉണ്ടാക്കി. കേട്ടിട്ടുണ്ടോ? പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലുണ്ട്. ഖദിരമരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് ഇത്ര മുഴം, 2.5 മുഴം നീളം, 2.5 മുഴം ഉയരം, അതിനൊരു അടപ്പ്, അതിൻ്റെ പേര് കൃപാസനം, സ്വർണം കൊണ്ട് മൂടണം. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 25-ാം അധ്യായം പോയി വായിക്കണം. ഈ പെട്ടകത്തോട് മാതാവ് ഉപമിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? മന്നാ നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോരാഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമൂൻ തൻറൂമാലുമിവ. അത് അവിടെ നിൽക്കട്ടെ. അവിടെ വരെ എന്തോ അർത്ഥം? മന്ന നിക്ഷേപിത ചെപ്പും മുള പോണ്ട ഒരു അഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി എന്ന് പറയുമ്പോഴും ഒരു സാധനം കൂടെ അതിനകത്തുണ്ടായിരുന്നു. 3 കൂട്ടം സാധനങ്ങൾ അതിനകത്ത് വെച്ചിരുന്നു. എന്തൊക്കെയാണ്? അഹറോന്റെ തളിർത്ത വടി, പിന്നെ മന്ന ഇട്ട് വെച്ച മന്ന പാത്രം, വിത്ത് മന്ന. അത് പുറപ്പാട് ദിവസവും 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മന്നയുടെ പ്രത്യേകത എന്താണ്? അത് പറയാം. പിന്നെ 3-ാമത്തെ കാര്യം എന്താണ്? അതാണ് ആദ്യം പറയേണ്ടിയിരുന്നത്. 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലക. ഈ 3 കൂട്ടം കാര്യങ്ങളും പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ടെന്താ വേണം? മാതാവ് എന്താ പഠിച്ചു? ഏതുപോലെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഏതുപോലെ അത് മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കൽപ്പനകൾ എഴുതിയ കൽപ്പലക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല, അവൻ വെളിച്ചമായി തീർന്നു. ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഉൽപ്പത്തി പുസ്തകത്തിലോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം വാക്യം മുതലാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് ഉണ്ടായിരുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ എന്ന് പറയുമ്പോൾ അതെന്താണ് സംഗതി? ദൈവത്തിൻ്റെ ആർക്ക് കൊടുത്തതാ ഇത്? കൽപ്പനകൾ എങ്ങനെയാ വരുന്നത്? ചെവിയിൽ കൂടെ ആയിരുന്നോ? പിന്നെ വായിൽ കൂടി വരുന്ന വചനമാണ് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം തന്നെ. ആ വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. ആ ജഡം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ വചനം എന്ന് പറയുന്നത് എന്താണ്? ആരാണ്? ദൈവം തന്നെ. പക്ഷേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയൂ.
ആ വചനം ജഡമായിത്തീർന്നു. അപ്പോൾ ആ വചനം ആരാണ്? യേശുക്രിസ്തു. എന്ന് പറഞ്ഞാൽ പേടകത്തിനുള്ളിൽ ഇരുന്ന വചനം യേശുക്രിസ്തുവിനെ തന്നെ, അല്ലെങ്കിൽ അത് യേശുക്രിസ്തു തന്നെ ആയിരുന്നു. അത് ഡയറക്റ്റ് ദൃഷ്ടാന്തമാണ്, സൂചനയല്ല. ഇനി അടുത്തിരുന്ന സാധനം എന്തുവാണ്? മന്ന ഇട്ടുവെച്ച് പാത്രം, അതിൽ മന്നയുണ്ടായിരുന്നു. 16 അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മന്നയുടെ പ്രത്യേകത എന്താണ്? മന്നയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വാട്ട് യു മീൻ ബൈ മന്ന? വാട്ട് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് മന്ന? എനിബഡി ഫ്രം ദ ചിൽഡ്രൻ? വാട്ട് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് മന്ന? പറ. അയ്യോ, എക്സാക്ട്ലി. ഐ ഡോണ്ട് നോ എന്നല്ല, ഐ ഡോണ്ട് നോ അല്ല. അത് മോൻ പറഞ്ഞ ആ ഉദ്ദേശത്തിലല്ല കേട്ടോ. ഐ ഡോണ്ട് നോ എന്നല്ല പറഞ്ഞ, വേറെ സാധനം പറയാൻ ഉദ്ദേശിക്കുക. എൻ്റെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഡോണ്ട് നോ എന്നല്ല, സംതിങ് എൽസ്. ദ മീനിങ് ഈസ് സംതിങ് സിമിലർ ടു ദാറ്റ്. ഐ ഡോണ്ട് നോ. മീനിങ് ഈസ് സംതിങ് സിമിലർ ടു ഐ ഡോണ്ട് നോ. ആൻഡ് ഡു യു എനിബഡി നോ? എനിബഡി നോസ് ദിസ്? മന്ന എന്ന് പറഞ്ഞാൽ ഉണ്ടായത് മാനു എന്ന ഗ്രീക്ക് സുറിയാനി വാക്കിൽ നിന്നാണ്. മാനു മീൻസ് വട്ട്. സ്മോ എന്ന്, ഞാൻ വേറൊരു കാര്യം പറയാം. സ്മോ എന്ന് പറഞ്ഞാൽ നെയിം, സ്മോക്ക് എന്ന് പറഞ്ഞാൽ യുവർ നെയിം. സുറിയാനിയിൽ ഇനി നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കണമെങ്കിൽ മാനു സ്മോക്ക് എന്ന് ചോദിച്ചാൽ മതി. എന്ത്? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ചോദിക്കണം കേട്ടോ. എന്താണ് മാനു സ്മോക്ക്? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ്. അപ്പം മാനു എന്ന് പറഞ്ഞാൽ, ഇനിയും പറ, മാനു എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്, അത്രയുള്ള അർത്ഥം. ഇതെന്ത്? ഇത് ഈ സാധനം ഇങ്ങനെ വീണപ്പോഴേ എമ്മരെല്ലാം കൂടെ ചുറ്റും കൂടിയിട്ട് ഇതെന്തുവാ, ഇതെന്താ? മാനു 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 മാന 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 മന്ന, ഇങ്ങനെ ആയിപ്പോയതാ. ഇതാണ് മന്ന. മനസ്സിലായോ? ഈ മന്നയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? സമയാവധി എനിക്ക്, ഞാൻ 3 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. മന്നയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ചേക്കുവാൻ പറ്റത്തില്ല, അഴുകിപ്പോവും. എന്നാൽ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ പിടിക്കുന്നില്ലല്ലോ. ഒരു പാത്രം, അഹറോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹറോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കുടിപ്പാർക്കുള്ള ദേശത്തെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് വെച്ചിരുന്ന മന്ന അഴുകിപ്പോയതല്ല. ഈ മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് വാട്ട് ഈസ് ദിസ് ആണെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. ഈ മന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ മേളിൽ നിന്ന് താഴേക്ക് ദൈവം ഇട്ടുകൊടുത്ത ഒരു ഭക്ഷ്യവസ്തു അവർക്ക് ജീവിക്കുവാൻ വേണ്ടി. ഓരോ ദിവസവും, ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നാൽ കർത്താവ് പറയുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിത്യമായ ജീവൻ്റെ അപ്പമാകുന്നു. അതിൻ്റെ അർത്ഥം ഈ മന്ന എന്തിനെ സൂചിപ്പിച്ചിരുന്നു? അത് സൂചനയാണ്. അത് കർത്താവല്ല, കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തിനെ സൂചിപ്പിച്ചു? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തിനെ സൂചിപ്പിച്ചു? മന്ന എന്തിനെ സൂചിപ്പിച്ചു? പറയൂ ഉറച്ച്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ ആരെ സൂചിപ്പിക്കുന്നു? യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ആര്? എന്ത്? മന്ന. കൽപ്പനകൾ എന്ത് തന്നെയാകുന്നു? യേശു തന്നെയാകുന്നു. മന്ന എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുവിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമതിരിക്കുന്ന സാധനം എന്താണ്? അഹറോൻ്റെ തളിർത്ത വടി. അതൊന്ന് പറഞ്ഞു തീർക്കാനുള്ള, അത് മാത്രം പറയാൻ 1 മണിക്കൂർ വേണം. അതുകൊണ്ട് അതിലേക്ക് കാര്യത്തിലേക്ക്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കുന്നില്ല. അഹറോൻ്റെ തളിർത്ത വടിയെപ്പറ്റി മനസ്സിലാക്കുവാൻ സംഖ്യാപുസ്തകം 15-ാം അധ്യായം വായിക്കുക. അഹറോൻ്റെ തളിർത്ത വടി. ഇസ്രായേൽ മക്കൾ നമ്മളെക്കാളിൽ വീരന്മാരായിരുന്നു. എന്താ പ്രശ്നം? മോശെ അഹറോനും ഉണ്ട്, പുരോഹിത കർമ്മമെല്ലാം ചെയ്യാൻ. ഞങ്ങൾക്കെന്താ ചെയ്തു കൂടെ? ലേവി ഗോത്രത്തിന് സൂക്കേട് തുടങ്ങി, ആൾക്കാർക്കെല്ലാം സൂക്കേട് തുടങ്ങി. ഞങ്ങൾക്ക് ഇത് ചെയ്താൽ പറ്റില്ലേ? നിങ്ങളങ്ങ് മാത്രം ചെയ്താൽ മതിയോ? ലേവി ഗോത്രം മാത്രം ചെയ്താൽ മതിയോ?
അങ്ങനെ വലിയ പ്രശ്നമായി. മോശ ആകെപ്പാടെ വിഷമിച്ചു. മോശയ്ക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്ത് പ്രശ്നം വന്നാലും ഓടിപ്പോയി സാക്ഷ്യവട്ടത്തിന് മുമ്പാകെ അങ്ങ് വീഴും, അവിടെ കിടക്കും. അവിടെ മേഘത്തിൽ ദൈവം വന്ന് മോശയോട് സംസാരിക്കുമായിരുന്നു. നമുക്കും അങ്ങനെ ഒരു ഇടമുണ്ട്. പരിശുദ്ധ ബലിപീഠം, ഈ സ്ഥലം നെടുമ്പാടെ വീണ് കിടന്ന് പ്രാർത്ഥിച്ചാൽ യഹോവ പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങളിലേക്ക് വന്ന് സംസാരിച്ച് മറുപടി തരും. മോശ സംസാരിച്ചു. അഹ്റോന് ഒരു തീരുമാനം മോശ കൊടുക്കുകയാണ്. എന്താണ്? ഇസ്രായേൽ ഗൃഹത്തിൽ ഓരോ ഗോത്രത്തിൽ നിന്നും 12 വടി സ്വീകരിച്ച് അത് സാക്ഷ്യപീഠത്തിന് മുമ്പാകെ വയ്ക്കുക. ഏത് ഗോത്രത്തിൻ്റെ വടി നാളെ തളർത്തിരിക്കുന്നുവോ ആ ഗോത്രത്തിൽ നിന്നുള്ളവൻ എനിക്ക് പുരോഹിതനായിരിക്കും. അങ്ങനെ മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളെല്ലാവരും കൂടെ ചേർന്ന് 12 ഗോത്രത്തിൽ നിന്നും 12 വടി ശേഖരിച്ചു വയ്ക്കുകയും പിറ്റേ ദിവസം ലേവിയ ഗോത്രത്തിൻ്റെ വടി തളിർത്ത് പൂത്ത് ബദാം കായ്ക്കുകയും ചെയ്തു. ഇതിന് ആന്തരിക അർത്ഥങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് ഭാരം ഉണ്ടായാലും, നിങ്ങളെത്ര മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചാലും, യെശയ്യാ പറയുന്ന പോലെ നിൻ്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ഒറ്റ രാത്രിയുണ്ട്. ഇതുവരെ ദൈവിക അനുഭവം ഉണ്ടാകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിത അനുഭവത്തെ തളിർപ്പിക്കുവാനും പൂത്ത് ബദം കായ്പിക്കുവാനും യഹോവയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ പ്രിൻസച്ചൻ നിങ്ങൾ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു. ഈ അഹ്റോൻ്റെ തലത്തെ വടി എന്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേൽ മക്കൾ ഈ ബഹളം ഉണ്ടാക്കിയത്? പൗരോഹിത്യം ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതിനെ തർക്കമായി മാറിയപ്പോഴാണ്. അങ്ങനെ ലേവി ഗോത്രത്തിന് അവകാശപ്പെട്ടതാണ് പൗരോഹിത്യ വൃത്തി എന്ന് സ്ഥാപിക്കുകയും അത് പൗരോഹിത്യപരമായി ലേവി ഗോത്രം തുടരുകയും ചെയ്തു. ഈ പൗരോഹിത്യം നിലനിൽക്കുന്നതായിരുന്നില്ല. ആയിരുന്നോ? അഹ്റോന്റെ പൗരോഹിത്യമാണ് കർത്താവിൻ്റെ കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടത്. പല സഭക്കാർ ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയില്ലേ, കാൽവറിയിലെ യാഗത്തോടുകൂടി പൗരോഹിത്യം തീർന്നു. പക്ഷേ എങ്ങനെ പൗരോഹിത്യം തീരുന്നത്? കർത്താവിൻ്റെ ദൈവിക വ്യാപാര നടപടിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം പൗരോഹിത്യമാണ്. അത് തൻ്റെ സഭാമക്കൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണ്. നിങ്ങളും പുരോഹിതന്മാരുടെ വർഗമാണ്, പുരോഹിതന്മാരല്ല, പുരോഹിത വർഗമാണ്. പരിശുദ്ധ മൂറോൻ അഭിഷേകം എന്ന് പറയുന്ന ഒരു പട്ടം കൊടയാണ് കേട്ടോ. അതെല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ആ വർഗത്തിലേക്ക് ചേർന്നു. എന്നാൽ ചില ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പട്ടം കൊട കൊടുത്ത് ചിലരെ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗത്തിലുള്ളവരാണ്. രാജവർഗം എന്ന് പറയുന്ന രാജാവെന്ന് പറയുന്നത് രണ്ടല്ലേ? രാജവർഗത്തിലുള്ളവർക്ക് എല്ലാ ബഹുമതികളും ഉണ്ട്. പക്ഷെ രാജാവ് ഒരാളേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ പുരോഹിതനും പുരോഹിത വർഗവും. നമ്മളെല്ലാ വർഗത്തിൻ്റെ അംശികളും അവകാശികളുമാണ്. കാരണം കർത്താവ് നിത്യ പുരോഹിതനാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം പഠിപ്പിക്കാൻ സമയമില്ല. 7-ാം അധ്യായം എബ്രായ ലേഖനം. ആ നിത്യ പുരോഹിതനായ കർത്താവിൻ്റെ നിത്യ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്ത്? അഹ്റോന്റെ തളിർത്ത വടി. ഈ 3 കൂട്ടം കാര്യങ്ങളും, ഏത് 3 കൂട്ടം കാര്യങ്ങളും? മന്ന, കൽപ്പനകൾ എഴുതിയ കൽപ്പലക, അഹ്റോന്റെ തളിർത്ത വടി. ഈ 3 കൂട്ടം കാര്യങ്ങളും എന്തിനെ സൂചിപ്പിച്ചിരുന്നു? ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു? ആരെ സൂചിപ്പിച്ചിരുന്നു? അല്ല എന്തിനെ സൂചിപ്പിച്ചിരുന്നു? കർത്താവിൻ്റെ വരവിനെയോ? യേശു ക്രിസ്തുവിനെ സൂചിപ്പിച്ചിരുന്നു. അതിൽ വചനം അവൻ തന്നെയായിരുന്നു. ഈ 3 കൂട്ടം കാര്യങ്ങളും എവിടെ വെച്ചിരുന്നു? പെട്ടകത്തിൻ്റെ, കുറച്ചും കൂടെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ, പെട്ടകത്തിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. ഉള്ളിലിരിക്കുന്ന ആരാണ്? യേശുവിനെ സൂചിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. അവൻ തന്നെ, ആ ദൈവം തന്നെ, യേശു ക്രിസ്തു തന്നെ സാരാംശമായി സത്യമായി ആരുടെ ഉള്ളിലിരുന്നു? കന്യകമറിയാമിൻ്റെ
ഉള്ളിലിരുന്നു. അപ്പോൾ കന്യാമറിയം ആരായി? ദൈവമാതാവായി എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മുടെ തീം അതല്ലല്ലോ. മാതാവ് ആരായി? പെട്ടകമായി. പെട്ടകത്തിൻ്റെ ഉള്ളിലല്ലേ ഇതിരുന്നത്. അതുകൊണ്ടാണ് ഭാഗ്യവതീ മാറിയാമേ നിഴലായി മൂശ പണിഞ്ഞ പേട്ടിയതാൽ നീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ. ഇങ്ങനെയാണ് ഗൂഢാർത്ഥത്തിൽ. ഇത് രഹസ്യമാണ്. ഇത് നമുക്കേ ദൈവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. വേറെ ആളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല, അവർ ഉൾക്കൊള്ളുകയില്ല. ദൈവിക രഹസ്യങ്ങൾ ദൈവമക്കൾക്ക് മാത്രമേ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മർമ്മം തൽക്കാലം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി 2 ദിവസം കൂടെ ഉള്ള സമയത്ത് ഇതിനകത്ത് വേറൊരു വാക്കുണ്ട്, അതും പഠിക്കണം. എന്താണെന്നറിയാമോ? ജീവജലത്തിൻ മുൻകുറിയാം. അടുത്ത വാക്കെന്താണ്? റൂഹാതൻ ശോഷപ്പാശ്ലോ. എന്താണ് റൂഹായുടെ ശോഷപ്പ? പഠിക്കണ്ടല്ലേ? പഠിക്കണോ? ഇന്നില്ല, 2 ദിവസം ഉണ്ടല്ലോ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തന്നോളാം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ദൈവമാതാവ് ദൈവത്തെ വഹിച്ചു. സാക്ഷ്യപ്പെട്ടവും ദൈവമാതാവിനെ ദൃഷ്ടാന്തപ്പെടുത്തിയിരുന്നു. അതുപോലൊരു സാക്ഷ്യപ്പെട്ടവുമാണ് നമ്മൾ. ദൈവമാതാവ് സാക്ഷ്യപ്പെട്ടവുമായി മാതാവേ നന്ദി, നീ വലിയ ജീവിതമൊക്കെ നയിച്ചല്ലോ എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഞാൻ മാതാവാകാനാണ് മാതാവ് പോലും ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ മാതാവാകാൻ പറ്റുമോ? അറിയാമോ? കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? കർത്താവ് ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയമൊക്കെ പോയപ്പോഴേ കുറേ നാളെ സിഗ്നൽ കൊടുത്തു. എന്ത്? അതെ, പുള്ളിക്ക് പ്രസംഗം നിർത്താൻ വേണ്ടി പറഞ്ഞായിരിക്കും. അമ്മയും അപ്പനുമൊക്കെ പുറത്ത് നിന്ന് അന്വേഷിക്കുന്നുണ്ട്, കുറേ നേരമല്ല തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം കർത്താവ് എന്താ പറഞ്ഞേ? എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരനാര്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ? എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാവുന്നു എന്ന് ഞാൻ കൽപ്പിച്ചറിയിച്ചു. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ ആണാന്നേലും പെണ്ണാന്നേലും ദൈവത്തിൻ്റെ മാതൃസ്ഥാനം കർത്താവ് തരും. അത് മാതാവിന് അത്യധികം സന്തോഷമാണ്. ആ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടാനാണ് ഈ പെരുന്നാൾ. അല്ലാതെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുട്ടുവേദനയും കാലുവേദനയും കല്യാണവും നടത്താൻ മാത്രം അല്ല. അത് നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ബോണസാണ്. എന്താണ് ബോണസ് എന്ന് പറഞ്ഞ അർത്ഥം? ഒരു കടയിൽ പോയി വലിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, 1.5 ലക്ഷം രൂപ കേട്ടോ. ഫ്രിഡ്ജ് ബില്ല് ചെയ്യാൻ നേരത്ത് അന്നേരം അറിയുന്നത്, സാറേ 2 മിക്സിയും 1 അയൺ ബോക്സും 1 പ്ലേറ്റ് സെറ്റും ഫ്രീ. എൻ്റെ കൂടെ പോകുന്നതാ. പിറ്റേന്ന് ഇവൻ തന്നെ അവിടെ ചെന്നിട്ട് 2 സെറ്റ് ഡിന്നർ പ്ലേറ്റും 2 അയൺ ബോക്സും 1 മിക്സിയും കൂടി ഇങ്ങെടുത്ത് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ തരുമോ? ചോദിക്കേണ്ട സാധനം വാങ്ങിച്ചാലേ, അല്ല വാങ്ങിക്കേണ്ട സാധനം വാങ്ങിച്ചാലേ ഇത് ബോണസായിട്ട് കിട്ടത്തുള്ളൂ. ദൈവമാതാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കേണ്ട എത്രയേ ഉള്ളൂ, മാതാവിന് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വന്ദനം, കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അതാണ് പെരുന്നാളിൽ പ്രാപിക്കേണ്ടത്. അല്ല മാതാവിനുള്ള മധ്യസ്ഥത മാത്രം യാചിച്ചു പോവുകയല്ല. അത് നമ്മൾ മാതാവിനോടൊപ്പമാണെന്ന് പ്രാർത്ഥിക്കുന്നത്. മാതാവിനോട് ആരും പ്രാർത്ഥിക്കല്ലേ ദയവേത്, പ്ലീസ്. അങ്ങനെ സഭ പഠിപ്പിക്കുന്നില്ല. മാതാവിനോടൊപ്പം നിഷ്ഠയിൽ നിന്നെ പറ്റ ഡൊപ്പം. അതാണ്, അവിടെയാണ് പോയിന്റ്. കന്യകയോട് ഒപ്പം, കന്യകയോട് അല്ല, കന്യകയോടൊപ്പം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാന നടക്കുമ്പോൾ നമ്മോടൊപ്പം മാതാവ് കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അല്ല, മാതാവ് നമുക്ക് അഭിമുഖമായിട്ടല്ല നിൽക്കുന്നത്. നമുക്ക് അഭിമുഖമായി നിൽക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് നിൽക്കുന്നത്. മാതാവ് നമ്മോടൊപ്പം നിന്ന് ആരാധിക്കുകയാണ്, ഒപ്പം നമ്മുടെ ഇടയിൽ. അതിനായി ഈ പെരുന്നാൾ മാതാവിൻ്റെ ആ നല്ല പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും ഒതുങ്ങുമാറ് നിങ്ങൾ മാതാവ്
സഹോദരനും സഹോദരിയുമായി കർത്താവിൻ്റെതായി മാറി തീരുവാനുള്ള ആത്മീയ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും നിങ്ങളുടെ ബോധങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും വളർന്ന് പരിശുദ്ധ മാതാവ് എങ്ങനെ പേടകമായോ അതുപോലെ നമ്മളും പേടകമായി മാറി ഉള്ളിൽ കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ പൗരോഹിത്യവും അവൻ്റെ വചനവും പേറിക്കൊണ്ട് നടക്കുന്ന ഒരു പെട്ടി മാത്രമാകുന്നു ഈ ശരീരം എന്ന ബോധ്യത്തോടെ ജീവിക്കുവാനും അതിലേക്ക് വളരുവാനും ഈ പെരുന്നാൾ ഉതകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.